നമസ്കാരം. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും പതറാതെ ഇന്ത്യ. അടുത്ത സാമ്പത്തിക വർഷവും ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് ശക്തിയായി ഇന്ത്യ തുടരുമെന്നാണ് കേന്ദ്ര സാമ്പത്തിക സർവേ റിപ്പോർട്ട്. ഫെബ്രുവരി 1 ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്തനാഗേശ്വരൻ പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചുള്ള ശുഭസൂചനകളുള്ളത്. 2026-2027 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 6.8 മുതൽ 7.2% വരെ ആയിരിക്കുമെന്നാണ് പ്രവചനം. നടപ്പ് സാമ്പത്തിക വർഷം, അതായത് 2025-26 ഇത് 7.4% ആയിരിക്കുമെന്നും കണക്കാക്കുന്നു. സർവേയിലെ പ്രധാന കണ്ടെത്തലുകൾ ഇവയാണ്. കുതിക്കുന്ന നികുതി വരുമാനമാണ് അതിലൊന്ന്. നികുതിദായകരുടെ എണ്ണം 6.9 കോടിയിൽ നിന്ന് 9.2 കോടിയായി വർദ്ധിച്ചു. തൊഴിലില്ലായ്മ നിരക്ക് 6% നിന്ന് 3.2% കുറഞ്ഞു. വനിതാ പങ്കാളിത്തം 23.3% നിന്ന് 41.7% ഉയർന്നു. 81% ഗ്രാമീണ വീടുകളിലും കുടിവെള്ളമെത്തി. 42.78 കോടി ആയുഷ്മാൻ ഭാരത് കാർഡുകൾ വിതരണം ചെയ്തു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കരുത്ത് കാട്ടുമ്പോഴും പുറത്തുനിന്നുള്ള ഭീഷണികൾ അവഗണിക്കാനാവില്ലെന്ന് സർവേ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതോടെ വ്യാപാര രംഗത്ത് കടുത്ത വെല്ലുവിളികളാണ് ഇന്ത്യ നേരിടുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മേൽ ട്രംപ് 50% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയത് തിരിച്ചടിയായി. ഇന്ത്യയുടെ ആകെ കയറ്റുമതിയുടെ 18% US-ലേക്കാണ്. വിദേശ നിക്ഷേപത്തിലുണ്ടാകുന്ന കുറവ് രൂപയുടെ മൂല്യത്തെ ബാധിച്ചേക്കാം. ആഗോള വെല്ലുവിളികൾ കാരണം അടുത്ത വർഷം പണപ്പെരുപ്പം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇന്ത്യയുടെ വളർച്ച എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. പണപ്പെരുപ്പം നിയന്ത്രിക്കാനും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ തുക ചെലവിടാനും സർക്കാരിന് സാധിച്ചുവെന്ന് വി അനന്തനാഗേശ്വരൻ പറഞ്ഞു. രാജ്യത്തിൻ്റെ മൊത്തം ധനക്കമ്മി നിയന്ത്രണ വിധേയമാണ്. കഴിഞ്ഞ വർഷത്തെ 4.8% നിന്ന് ഈ വർഷം ഇത് 4.4% കുറയുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ കേന്ദ്രത്തിൻ്റെ നില ഭദ്രമാണെങ്കിലും കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളുടെ സാമ്പത്തികാവസ്ഥ മോശമാണെന്ന് സർവേ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനങ്ങളുടെ മോശം സാമ്പത്തിക സ്ഥിതി രാജ്യത്തിൻ്റെ പൊതുവായ ക്രെഡിറ്റ് റേറ്റിംഗിനെ ബാധിക്കുമെന്നും ഇത് വിദേശത്തു നിന്നുള്ള കടമെടുപ്പ് ചെലവേറിയതാക്കുമെന്നും റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. വിദേശ മൂലധനത്തിൻ്റെ പുറത്തേക്കുള്ള ഒഴുക്കും അമേരിക്കൻ ഉപരോധങ്ങളും ഓഹരി വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ആഭ്യന്തര ഘടകങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണ്. വ്യക്തിഗത ആദായ നികുതിയിലെ ഇളവുകളും പണപ്പെരുപ്പം 4.9% താഴ്ന്നതും ജനങ്ങളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിച്ചു. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ട്രംപ് ഇന്ത്യക്ക് മേൽ 50% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ട്രംപിൻ്റെ താരിഫ് നയങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 50% തീരുവ ചുമത്തിയത് കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആഘാതമാണ് നൽകിയത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയാണ് US. എന്നാൽ GST പരിഷ്കാരം നടപ്പാക്കിയും ആദായ നികുതി ഇളവുകൾ അനുവദിച്ചും പണപ്പെരുപ്പം നിയന്ത്രിച്ചും ഇന്ത്യ GDP വളർച്ചയെ ഉലയാതെ പിടിച്ചു നിർത്തിയെന്ന് സാമ്പത്തിക സർവേ പറയുന്നു. കേന്ദ്ര ബജറ്റിൽ റെയിൽവേ, പ്രതിരോധം, നഗരവികസനം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയ്ക്ക് വൻതോതിലുള്ള വിഹിതം അനുവദിക്കുമെന്നാണ് സൂചന. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പായിരിക്കും ഈ ബജറ്റ്. അതേസമയം ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള വമ്പൻ വ്യാപാര കരാർ പ്രഖ്യാപിച്ചതോടെയും ട്രംപ് വീട്ടിലായിരുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബ്ലെസന്റ് ഡീലിനെ ശക്തമായി വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് എണ്ണ വാങ്ങി സാമ്പത്തിക പിന്തുണ നൽകുന്ന രാജ്യമാണ് ഇന്ത്യ എന്നായിരുന്നു US-ന്റെ ആരോപണം. ഇതായിരുന്നു ബ്ലെസന്റ് വീണ്ടും ഉയർത്തിയത്. ഇന്ത്യയുമായി ഡീൽ ഒപ്പുവെച്ചതിലൂടെ യൂറോപ്പിനെതിരായ യുദ്ധത്തിന് തന്നെ ഫണ്ടിംഗ് നടത്തുകയാണെന്നും ബെസന്റ് ആരോപിച്ചു. കരാർ ഒപ്പുവെച്ചത് ഒരേ സമയം ഇന്ത്യക്കും യൂറോപ്പിനും ആഗോള വ്യാപാര രംഗത്ത് വലിയ കരുത്താണ് സമ്മാനിച്ചത്. US-ഉമായിട്ടുള്ള വ്യാപാര ഡീലിന്മേൽ ഇന്ത്യക്കും യൂറോപ്യൻ യൂണിയനും മേൽക്കൈയും ലഭിച്ചു.